കടലിലെ രഹസ്യ സ്വഭാവമുള്ള വളരെ വിചിത്രമായ കുറച്ച് സംഭവങ്ങൾ. ആദ്യത്തേത് ബോൾട്ടിക് ആൻഡ് നോർത്ത് സീ ആണ്. പ്രകൃതിക്ക് മാത്രം വിശദീകരിക്കുവാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതിലൊന്നാണ് ബോൾട്ടിക് നോർത്ത് കടലുകളുടെ ഇടയിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസം. ഇത് ഡെൻമാർക്കിലെ ഒരു പ്രസിദ്ധ ബീച്ചാണ്. ധാരാളം ടൂറിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരും പ്രകൃതി സ്നേഹികളുമെല്ലാം വരുന്ന ഒരു ബീച്ച്. ഈ ബീച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 വ്യത്യസ്ത കടലുകൾ ഒന്നിക്കുന്ന ബീച്ചാണിത്. ബോൾട്ടിക് കടലും നോർത്ത് കടലുമാണ് ആ 2 കടലുകൾ. ഇങ്ങനെ 2 കടലുകൾ കണ്ടുമുട്ടുന്ന സ്ഥലമാണെങ്കിലും ഇവർ ഒന്നിക്കുന്നില്ല. കൃത്യവും വ്യക്തവുമായ അതിർത്തി 2 കടലുകൾക്ക് തമ്മിലുണ്ട്. അതിന് കാരണം 2 കടലുകളുടെ വ്യത്യസ്തമായ ലവണാംശവും ജലസാന്ദ്രതയുമാണ്. ഈ കാരണം കൊണ്ട് 2 കടലുകളും തമ്മിൽ ഒരിക്കലും ഒന്നിക്കാതെയാണുണ്ടാവുക. വീഡിയോയിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, 2 കടലുകളുടെയും വെള്ളത്തിന്റെ നിറം പോലും വ്യത്യസ്തമാണ്. വ്യത്യസ്ത സവിശേഷതകൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 2 ദിശകളിൽ നിന്നും വരുന്ന 2 കടലുകൾ തമ്മിൽ കണ്ടുമുട്ടുന്നു. പക്ഷെ ഒരിക്കലും ഒന്നിക്കാതെ കൃത്യമായ അതിർത്തി വെച്ച് നിലകൊള്ളുന്നു. പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണിത്, അല്ലേ? അടുത്തത് കടലിൽ നിന്നും കണ്ടെത്തിയ ശവകുടീരമാണ്. ഭൂമിയുടെ 71% ജലമാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ തന്നെ ഊഹിക്കാം, കരയിലുള്ളതിനേക്കാൾ രഹസ്യം കടലിലുണ്ടാകുമെന്ന്. അത്തരമൊരു രഹസ്യമാണ് ഇനി പറയാൻ പോകുന്നത്. 2016-ൽ ഫിലിപ്പീൻസിലെ ഒരു തീരത്തു നിന്നും ഒരു മുങ്ങിപ്പോയ ഒരു ബോട്ട് കുറച്ചു മീൻപിടുത്തക്കാർ കണ്ടെത്തുന്നതിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം. ആ ബോട്ടിൽ നിന്നും അഴുകാത്ത നിലയിൽ ഒരു ശരീരവും അവർ കണ്ടെത്തുകയായിരുന്നു. കൂടുതൽ അന്വേഷണങ്ങൾക്കൊടുവിൽ അത് 7 വർഷം മുൻപ് കാണാതായ ക്യാപ്റ്റൻ മാൻഫ്രെഡ് ബൊജാരറ്റ് എന്ന മനുഷ്യന്റേതാണെന്ന് കണ്ടെത്തുകയായിരുന്നു. പോലീസുകാർക്ക് ഒരൊത്തും പിടിയും കൊടുക്കാത്ത കേസായിരുന്നു അത്. ക്യാപ്റ്റന്റെ പേഴ്സ് നഷ്ടപ്പെട്ടിരുന്നു. ഭക്ഷണസാധനങ്ങൾ താറുമാറായിട്ടാണ് കിടന്നിരുന്നത്. പക്ഷേ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിലും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, 7 വർഷമായി കാണാതായിരുന്ന ഈ ക്യാപ്റ്റൻ മരിച്ചിട്ട് വെറും 7 ദിവസമേ ആയിട്ടുള്ളൂ എന്നതാണ്. അയാൾ അവസാനമായി ഭാര്യയ്ക്ക് എഴുതിയ കത്തും ആ ബോട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഭാര്യയുമായി 8 വർഷം മുൻപ് തന്നെ അയാൾ ഡിവോഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആളുകൾ വിസ്മയിച്ചു തുടങ്ങിയ ഈ സംഭവം ഇന്നും ഒരു മിസ്റ്റീരിയായി തുടരുകയാണ്. അടുത്തത് ലോസ്റ്റ് ലേക്കാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വെള്ളമുള്ള തടാകം. വർഷത്തിലെ ഒരു സമയമൊഴികെ വരണ്ടുകിടക്കുന്ന തടാകങ്ങൾ ലോകത്ത് ഒരുപാടുണ്ട്. പക്ഷേ അവയിൽ ഏറ്റവും പ്രത്യേകതകളുള്ളത് അമേരിക്കയിലെ ഒറിഗോണിലെ ലോസ്റ്റ് ലേക്ക് തന്നെയാണ്. തണുപ്പുകാലത്ത് ഒരുപാട് വെള്ളമുള്ള സുന്ദരമായ തടാകമാണിത്. എന്നാൽ വേനൽക്കാലമായി തുടങ്ങിയാൽ ഈ വെള്ളം മുഴുവനും പോയി വരണ്ട പ്രദേശമാകുമിത്. എങ്ങോട്ടാണ് ഈ വെള്ളം പോകുന്നത് എന്നാകും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. തടാകത്തിന്റെ നടുക്കായി ഒരു 6 അടി ആഴമുള്ള ഒരു കുഴിയുണ്ട്. ഈ കുഴിയിലാണ് വെള്ളം മുഴുവനും പോകുന്നത്. വേനൽക്കാലത്ത് മഴയില്ലാത്തതിനാൽ തടാകം വറ്റുകയും ചെയ്യും. പിന്നീട് മഴ ആരംഭിക്കുമ്പോൾ വീണ്ടും തടാകത്തിൽ വെള്ളം വരികയും ചെയ്യും. എങ്ങോട്ടാകും ഈ വെള്ളം പോകുന്നത്? സത്യം പറഞ്ഞാൽ ആ കുഴിയിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകുന്നത് എങ്ങോട്ടാണെന്ന് ആർക്കും അറിയില്ല. അതൊരു രഹസ്യമായി തുടരുകയാണ്. അടുത്തത് ആവിയാകുന്ന കടലാണ്. വീഡിയോയിൽ കാണുന്നത് ബ്ലാക്ക് സീയിൽ നിന്നുമുള്ള ദൃശ്യമാണ്. കടലിന് മുകളിൽ കൂടി പുക പോലെ പറക്കുന്ന ആവി. കപ്പൽ അപ്രത്യക്ഷമാകുന്ന കഥയോ അല്ലെങ്കിൽ കടലിലെ പ്രേതമൊക്കെ വരുന്ന കഥയാണെങ്കിലും അതിന് ഏറ്റവും ചേരുന്ന ലൊക്കേഷനാകും ബ്ലാക്ക് സീ. പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ് ഈ പ്രതിഭാസവും. ചൂട് കൂടുതലുള്ള കടലിന്റെ മുകൾ തട്ടിലുള്ള വെള്ളവും തണുത്ത കാറ്റും ഒന്നിക്കുമ്പോഴാണ് വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ആവി ഉണ്ടാകുന്നത്. ബ്ലാക്ക് സീയിൽ ഈ കാഴ്ച സ്ഥിരമാണെങ്കിലും ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പ്രതിഭാസം. ഏത് ജലസ്രോതസ്സിലും ഈ പ്രതിഭാസം കാണാവുന്നതാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ പോലും ഇത് പ്രതിഭാസമാണെന്ന് മനസ്സിലാക്കാതെ കണ്ടിട്ടുണ്ടാകാം. അടുത്തത് ഗ്രീൻ ഫ്ലാഷ്. ബീച്ചിൽ പോയി സൂര്യന്റെ ഉദയവും അസ്തമയവും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ ഗ്രീൻ ഫ്ലാഷും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രം. സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുൻപായോ അല്ലെങ്കിൽ സൂര്യൻ ഏകദേശം പൂർണ്ണമായി അസ്തമിച്ചതിന് ശേഷം ഒരു ചെറിയ ഭാഗം മാത്രം നമുക്ക് കാണുവാൻ പറ്റുന്ന ഒരവസ്ഥയിൽ കുറച്ചു നേരത്തേക്ക്, അതായത് 1-2 സെക്കൻഡ് നേരത്തേക്ക് സൂര്യന്റെ നിറം പച്ച നിറത്തിൽ കാണുവാൻ സാധിക്കും. അതിനാണ് ഗ്രീൻ ഫ്ലാഷ് എന്ന് പറയുന്നത്. പ്രത്യേകം ഓർക്കുക, വെറും 1-2 സെക്കൻഡ് നേരത്തേക്ക് മാത്രമേ ഇത് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഇത് കാണുവാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ ഇനി ബീച്ചിൽ രാവിലെയും വൈകിട്ടോ പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കുവാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുതേ. അടുത്തത് കടലിലെ അത്ഭുതകരമായ ഓർഫിഷാണ്. ട്രെയിനിനെ പോലെ വെള്ള നിറത്തിൽ നീണ്ടുകിടക്കുന്ന ഒരു മത്സ്യമാണിത്. ഇതിന് സാധാരണയായി 10 അടി നീളമുണ്ടാകും. 36 അടി നീളമുള്ള ഓർഫിഷിനെ കണ്ടെത്തിയിട്ടുണ്ട്. 56 അടി നീളമുള്ള മത്സ്യത്തെ കണ്ടവരുണ്ടെന്ന് അവകാശവാദങ്ങളുണ്ടെങ്കിലും അത് സ്ഥിരീകരിച്ചിട്ടില്ല. സാധാരണയായി മനുഷ്യർക്ക് ഈ മത്സ്യത്തെ കാണാൻ സാധിക്കില്ല. കാരണം സമുദ്രത്തിൽ 3300 അടി താഴ്ചയിലാണ് ഇവയെ കാണാറ്. എന്നാൽ അസുഖം വരുമ്പോഴോ മരിക്കാറാകുമ്പോഴോ ഇവയെ വെള്ളത്തിനു മുകളിൽ കാണാം. ഓർഫിഷ് പൊതുവെ നീന്തുന്നതിൽ മോശമായതുകൊണ്ടാണ് വെള്ളത്തിനു മുകളിൽ ഇവയെ കാണുന്നത്. ഇത്രയും വലിയ മത്സ്യമായതുകൊണ്ട് കുറേ പേർക്ക് കഴിക്കാനുള്ള മാംസമുണ്ടെന്ന് കരുതി ഇതിനെ ആരും കഴിക്കാൻ ശ്രമിക്കാറില്ല. കാരണം ഇതിന്റെ ഇറച്ചിക്ക് മോശം രുചിയാണ്. ഈ മത്സ്യം ആരെയും ഉപദ്രവിക്കാറില്ല. വളരെ ചെറിയ വായയാണ് ഇവയ്ക്കുള്ളത്. അടുത്തത് ബ്രിനിക്കിൾസ്. കടലിന്റെ അടിത്തട്ടിലേക്ക് നീണ്ടുകിടക്കുന്ന ഐസ് ട്രാൻസുകളാണ് ബ്രിനിക്കിൾസ്. ഇത് പഴുങ്കുപോലെയാണ്. സാധാരണ ഐസ് കട്ടയെപ്പോലെ ഉറപ്പുള്ളവയല്ല കടലിലെ ഈ ഐസ്. വളരെ മൃദുലവും സ്പോഞ്ച് പോലെയുമാണ് ഇവ. ധ്രുവപ്രദേശത്തോട് ചേർന്ന സമുദ്രങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണാർ. മനുഷ്യർക്ക് ഇത് യാതൊരു ദോഷവുമുണ്ടാക്കില്ല. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ചെറിയ മീനുകൾക്ക് മാത്രമാണ് ബ്രിനിക്കിൾസ് അപകടകാരിയാകുന്നത്. അടുത്തത് റെഡ് ടൈഡ്. സമുദ്രങ്ങളെയും അതിലെ ജീവികളെയും കാർന്നു തിന്നുന്ന ഒന്നാണ് റെഡ് ടൈഡ്. ചുവപ്പ് നിറത്തിലായതുകൊണ്ടാണ് ഇതിനെ റെഡ് ടൈഡ് എന്ന് വിളിക്കുന്നത്. റെഡ് ടൈഡ് എന്ന ഈ കളയെ നമുക്ക് നേരിട്ട് കടലിൽ കാണാൻ കഴിയില്ല. വാസ്തവത്തിൽ ഇത് ഉപദ്രവകാരിയല്ലാത്ത ഒരു കളയാണ്. എന്നാൽ ആവശ്യത്തിലധികം പോഷകങ്ങൾ ലഭിക്കുമ്പോൾ ഇവയുടെ എണ്ണം വർദ്ധിക്കും. ഇത് വെള്ളത്തിലെ ഓക്സിജൻ വലിച്ചെടുത്ത് പകരം വിഷം കടലിലേക്ക് തള്ളും. അതുകൊണ്ടാണ് മത്സ്യങ്ങളുടെ കൂട്ടമരണത്തിന് ഇത് കാരണമാകുന്നത്. മത്സ്യങ്ങളെപ്പോലെ മനുഷ്യനെയും ഈ വിഷം ബാധിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് സീ ഫോം. കടൽ വെള്ളമെടുത്ത് ഗ്ലാസ്സിലൊഴിച്ച് കുലുക്കി നോക്കിയാൽ വെള്ളം പതയുന്നത് കാണാൻ സാധിക്കും. പതഞ്ഞു പൊങ്ങുന്ന ഈ നുരയാണ് സീ ഫോം. സമുദ്രത്തിൽ അടിഞ്ഞിരിക്കുന്ന വസ്തുക്കളുടെ അളവും തിരകളുടെയും കാറ്റിന്റെയും വേഗതയെ അനുസരിച്ചാണ് സീ ഫോം ഉണ്ടാകുന്നത്. റെഡ് ടൈഡ് ഉണ്ടാക്കുന്ന ആൽഗൽ ബ്ലൂമും സീ ഫോം ഉണ്ടാക്കാൻ കാരണമാവാം. സാധാരണയായി സീ ഫോം മനുഷ്യന് ഭീഷണിയല്ല. ആരോഗ്യകരമായ സമുദ്രങ്ങളിലാണ് സീ ഫോം ഉണ്ടാവുക. എന്നാൽ ആൽഗൽ ബ്ലൂം കൂടുതലായുണ്ടായി അവ ചീഞ്ഞ് കരയിലടിഞ്ഞ് അതുവഴി സീ ഫോം ഉണ്ടാവുകയാണെങ്കിൽ അത് മനുഷ്യനും പ്രകൃതിക്കും ദോഷകരമാണ്. അടുത്തത് ബോൾട്ടിക് കടലിലെ ഏലിയൻ പേടകം. 10 വർഷങ്ങൾക്ക് മുൻപാണ് ബോൾട്ടിക് കടലിൽ നിന്ന് ഒരു പുരാതന വസ്തു കണ്ടെത്തിയത്. ഇന്നും ആ വസ്തു എന്താണെന്ന് ശാസ്ത്രലോകത്തിന് പൂർണ്ണമായി കണ്ടെത്താനായിട്ടില്ല. ഇത് അന്യഗ്രഹ ജീവികളുടെ പേടകമാണോ അതോ പ്രകൃതിയുടെ തന്നെ സൃഷ്ടിയാണോ എന്നതുപോലെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. 14,000 വർഷം പഴക്കമുണ്ട് ഈ വസ്തുവിന് എന്നാണ് ഒരു തിയറി. അതായത് ശിലായുഗം തൊട്ടേ ഈ വസ്തു ബോൾട്ടിക് കടലിൽ ഉണ്ടായിരുന്നുവെന്ന്. ഇതൊരു റഷ്യൻ പേടകമാണെന്ന് ചിലർ വാദിക്കുന്നു. 61 മീറ്റർ വീതിയും 8 മീറ്റർ ഉയരവുമുള്ള ഈ പേടകം ഇന്നും ചർച്ചാവിഷയമാണ്. അപ്പോൾ കടലിലെ അത്ഭുതങ്ങളെയും രഹസ്യങ്ങളെയും കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. പ്രകൃതിയുടെ അത്ഭുതങ്ങളെ അടുത്തറിയാൻ ഈ വീഡിയോ സഹായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണാം. അതുവരെ ബൈ.